പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹോപതനങ്ങൾ. ദൈവത്തെ ചിന്തിക്കാധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. സദൃശവാക്യം 14-ാം അധ്യായം അതിൻ്റെ 21-ാം വചനം. കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ പാപം ചെയ്യും, എളിയവരോട് കൃപ കാണിക്കുന്നവനോ ഭാഗ്യവാൻ. ഇവിടെ രണ്ട് കൂട്ടരെ കുറിച്ച് നമുക്ക് കാണുവാൻ ഇടയായിത്തീരുന്നു. ഒന്ന് കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ, മറ്റൊന്ന് എളിയവരോട് കൃപ കാണിക്കുന്നവൻ. രണ്ടു കൂട്ടർക്കും ലഭിക്കുന്ന സ്തോത്രം. എളിയവരോട് കൃപ കാണിക്കുന്നവനോ ഭാഗ്യവാനായി മാറും, എന്നാൽ കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ പാപം ചെയ്യുന്നു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്കറിയാം, പാപികൾ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. യേശു ക്രിസ്തു പാപത്തെ വെറുത്തു പാപികളെ സ്നേഹിക്കുന്നു. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്നവൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനിടയായിത്തീരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നാം വായിക്കുന്നു, നാം നമ്മുടെ കൂടെയുള്ളവരെ, നമ്മുടെ കൂട്ടുവേലക്കാരെ അല്ലെങ്കിൽ കൂട്ടു സഹോദരന്മാരെ, നമ്മുടെ അയൽക്കാരെ നാം നിന്ദിക്കുമ്പോൾ നാം പാപം ചെയ്യുന്നു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കും. ഈ നാളുകളിൽ നാം വലിയ പാപമൊന്നും ചെയ്യുന്നില്ല, കൊലപാതകം ചെയ്യുന്നില്ല, മോഷ്ടിക്കുന്നില്ല, കള്ളം പറയുന്നില്ല, കള്ളസത്യം ചെയ്യുന്നില്ല, ഒക്കെ ശരിയാണ്. പക്ഷേ നമ്മുടെ നിരൂപണങ്ങളിൽ പോലും, നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ നിരൂപണങ്ങളിൽ നാം മറ്റുള്ളവരെ നിന്ദിക്കുന്നവരാണെങ്കിൽ നിശ്ചയമായി നാം പാപം ചെയ്യുന്നു. എന്നാൽ അതേസമയം എളിയവരോട്, കൂട്ടുകാരോട് നാം കൃപ കാണിക്കുന്നവരാണെങ്കിൽ നാം ഭാഗ്യവാനായി മാറും. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൽ നിന്ന് മാനവും അനുഗ്രഹവും ലഭിക്കും. സ്തോത്രം. 22-ാം വചനത്തിൽ വായിക്കുന്നു, ദോഷം നിരൂപിക്കുന്നവർ ഉഴന്നു പോകുന്നില്ലയോ, നന്മ നിരൂപിക്കുന്നവർക്കോ ദയയും വിശ്വസ്തതയും ലഭിക്കുന്നു. എപ്പോഴും ദോഷം പ്രവർത്തിച്ചവർക്കും ദോഷം ചെയ്യുന്നവർക്കും കൂടെ നാം നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ നിരൂപണങ്ങളിൽ നന്മ മാത്രം നാം നിരൂപിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൽ നിന്ന് ദയയും വിശ്വസ്തതയും ലഭിക്കുന്നു. ഈ നാളുകളിൽ ദോഷം ചെയ്യാതെ നമ്മുടെ നാവിനെയും വ്യാജം പറയാതെ അതരത്തെയും അടക്കിക്കൊള്ളുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ. നമ്മുടെ നിരൂപണങ്ങളൊക്കെയും ദൈവം ദൂരത്ത് നിന്ന് അറിയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിരൂപണങ്ങൾ അത് തിന്മയ്ക്കല്ല, നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളായിരിക്കുമ്പോൾ നാമും നമ്മുടെ കൂട്ടുകാരെക്കുറിച്ച്, നമ്മുടെ ചുറ്റുമുള്ളവരെക്കുറിച്ച്, നമ്മുടെ കൂടെയുള്ളവരെക്കുറിച്ച് നമ്മുടെ നിരൂപണങ്ങളും അത് നന്മയായി മാറണം. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ നന്മയ്ക്കായിട്ടുള്ള നിരൂപണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ. എപ്പോഴും നന്മ നിരൂപിക്കുന്നവർക്കോ ദയയും വിശ്വസ്തതയും ലഭിക്കുന്നു. ഏത് സാഹചര്യത്തിലും ഏത് കാലത്തും ദൈവത്തിൻ്റെ ദയ നിരന്തരമായി അവരോട് കൂടെയിരിക്കും. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, ദൈവത്തിൻ്റെ വിശ്വസ്തത തലമുറയോളം തൻ്റെ മക്കളോട് കൂടെ ഇരുന്ന് വിശ്വസ്തനായ കർത്താവ് വിശ്വസ്തയോടെ തൻ്റെ ഭക്തന്മാരെ കാത്തു സൂക്ഷിക്കുവാനും വഴി നടത്തുവാനും പുലർത്തുവാനും സർവശക്തനാണ്. ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുന്നത്, നാം മറ്റുള്ളവരെ നിന്ദിക്കുന്നവരായി തീർന്നാൽ നമ്മുടെ നിരൂപണങ്ങളിൽ ദോഷമാണെങ്കിൽ നിശ്ചയമായി നാം പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ നാളുകളിൽ ഈ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കളഞ്ഞ് കൃപ കാണിക്കുന്നവരാൽ, അല്ല എങ്കിൽ നന്മ നിരൂപിക്കുന്നവരായി തന്നെ മാറുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കാം. ദൈവത്തിൻ്റെ ദയയില്ലാതെ, ദൈവത്തിൻ്റെ വിശ്വസ്തത നമ്മോട് കൂടെയുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് നിലനിൽക്കുവാൻ കഴിയത്തില്ല. നമ്മുടെ സ്വന്തം ബലത്തിലോ സ്വന്തം കഴിവിലോ സ്തോത്രം നമുക്ക് നിലനിൽക്കാൻ കഴിയുകയില്ല. പ്രിയമുള്ളവരെ, ഈ നാടുകളെ ദൈവത്തിൻ്റെ ദയ ലഭിക്കുവാൻ, ദൈവത്തിൻ്റെ വിശ്വസ്തത ലഭിക്കുവാൻ, ദൈവം പ്രസാദിക്കുന്ന രീതിയിൽ ജീവിപ്പാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരും അനുഗ്രഹിക്കുവാനാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനും
അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ നാളുകളിൽ കർത്താവെ അപ്പാ സ്തോത്ര പുറമെയുള്ള ഞങ്ങളുടെ വാക്കുകൾ, ഞങ്ങളുടെ പ്രവർത്തികൾ, ഞങ്ങളുടെ ചിന്തകൾ കർത്താവെ, ഞങ്ങളുടെ സംസാരങ്ങളല്ല, ഞങ്ങൾ കർത്താവെ ഹൃദയങ്ങളെ ദോഷം നിരൂപിക്കുന്നവരാണെങ്കിൽ, കൂട്ടുകാരനെ നിന്ദിക്കുന്നവരാണെങ്കിൽ കർത്താവെ, ഞങ്ങൾ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഓർമ്മപ്പെടുത്തി കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ നാളുകളിൽ അങ്ങനെയല്ല അപ്പ, കർത്താവിടെ വരവേറ്റുകൊടുത്തിരിക്കുമ്പോൾ കർത്താവെ അങ്ങ് പാപത്തെ വെറുത്ത് പാപികളെ സ്നേഹിക്കുന്നു. കർത്താവെ അങ്ങ് വെറുക്കുന്ന സ്വഭാവങ്ങൾ, കർത്താവെ പ്രവർത്തികൾ ഞങ്ങളിൽ നിന്ന് അകന്നു പോകട്ടെ. അതിനാൽ ഞങ്ങളതിന് പൂർണ്ണമായി സമർപ്പിക്കുന്നു. എല്ലായ്പ്പോഴും കൃപ കാണിക്കുന്നവരാ, കർത്താവെ നന്മ മാത്രം നിരൂപിക്കുന്നവരാ, കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ദയയും വിശ്വസ്തയും പ്രാപിച്ച് ഓരോ നാളും ചെയ്യുവാൻ ഞങ്ങളതിന് പൂർണ്ണമായി സമർപ്പിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കിട്ടുന്നതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിന്റെ പ്രാർത്ഥന കേൾക്കണം സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you all. Have a nice